ശ്രീ എൻ ശ്രീകുമാർ, ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കേസിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ആർക്കും നിയമപരമായി താല്പര്യമുള്ള ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാകും. കേരള പോലീസ് ഇതിനകത്ത് എന്താണ് ചെയ്തത്, ക്രൈംബ്രാഞ്ച് പിന്നീട് എന്താണ് ചെയ്തത്, പിന്നീട് വന്ന പരാതികൾ എങ്ങനെയാണ് ഉണ്ടായത്, റിപ്പോർട്ട് എങ്ങനെയാണ് കോടതി ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, അത് പിന്നീട് CBI കണ്ടെത്തിയത് എന്താണ്, അതെന്താണ് CBI കോടതി തന്നെ ഇന്നിപ്പോൾ CBIയുടെ കണ്ടെത്തൽ തന്നെ നിരാകരിച്ചുകൊണ്ട് കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ. പക്ഷേ രാഷ്ട്രീയമായി നോക്കൂ, ഈ കാലങ്ങളിലൊക്കെ കോൺഗ്രസ് CPMനെ എങ്ങനെയാണ് നേരിട്ടത്, CPMൻ്റെ നേതാക്കളെ എങ്ങനെയാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്, അതിൻ്റെ ലാഭം എങ്ങനെയാണ് കോൺഗ്രസ്സിനുണ്ടായത്, കോൺഗ്രസ്സിന് പെരിയ എന്ന ഗ്രാമത്തെ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് രാഷ്ട്രീയമായി കൊണ്ടുവരാൻ സാധിച്ചത്, അതെങ്ങനെയാണ് കാസർകോട്ടെ രാഷ്ട്രീയത്തിൽ തന്നെ പ്രതിഫലിച്ചത്, ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ടത്, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാകും പെരിയ കേസ് എങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന്. ആ അർത്ഥത്തിലേക്ക് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടന്നോ എന്നതായിരുന്നു ഞാൻ തുടക്കത്തിൽ അനിൽ ബോസിനോട് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് എന്താണ് നിരീക്ഷിക്കാനുള്ളത്? നോക്കൂ ലാലേ, 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതി ശിക്ഷിച്ചിരിക്കുക. എന്നിട്ട് അത് കോൺഗ്രസ് രാഷ്ട്രീയ ഗൂഢാലോചനയാക്കി CPMനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നെന്ന് പറയാൻ ലജ്ജയില്ല നിങ്ങൾക്ക്? ഒരു പാർട്ടി ചാനലാണെന്നുള്ള ശരി തന്നെയാണ്, CPMന്റെ ചാനലുമാണ്. ഇന്ന് എല്ലാ ചാനലും ഇത് തന്നെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഒരു ചാനൽ ചർച്ച ചെയ്യുമ്പോഴേ അത് ജനങ്ങൾക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ ചുരുങ്ങിയത് പാർട്ടി പ്രവർത്തകരെങ്കിലും ബോധ്യപ്പെടണം നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ തോറ്റു, ചാനലിൽ വാദിച്ച് ജയിക്കാമെന്ന് കരുത്. നിങ്ങൾ ജയിച്ചോളൂ, ചാനലിൽ വാദിച്ച് ജയിച്ചോ. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കോടതിയിൽ തോറ്റു എന്ന് താങ്കൾ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെക്കുന്നത് എങ്ങനെയാണ്? കോടതിയിൽ ആര് തോറ്റു എന്നാണ് സർ? ആര് തോറ്റു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറെ സമയം എടുക്കും. CBI തോറ്റു. TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും നിങ്ങൾ ഇത് തന്നെയാ പറഞ്ഞേ. TP ചന്ദ്രശേഖരനെ കൊന്നപ്പോ പാർട്ടി എന്താ പറഞ്ഞേ? പാർട്ടിക്ക് ബന്ധമില്ല. പക്ഷെ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? ഓർമ്മയില്ലേ? നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് കാലത്ത് VS അച്യുതാനന്ദൻ രമയെ പോയി കണ്ടത്. അല്ല, ഇതിലെ പാർട്ടിയെ കണക്ട് ചെയ്യാനുള്ള നിങ്ങളുടെയൊക്കെ വ്യഗ്രത, അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ CPIM എന്നൊരു പാർട്ടി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഞാൻ ചോദിക്കുന്നത്, അന്വേഷിച്ച് കണ്ടെത്തിയ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ഫലത്തെ ഇന്ന് CBI കോടതി അംഗീകരിച്ചിരിക്കുകയല്ലേ? അപ്പോൾ CBIയുടെ അന്വേഷണത്തെ അല്ലേ ഇവിടെ ഇന്നിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്? CBI അല്ലേ തോറ്റത്? എങ്ങനെയാണ് CPM തോക്കുന്നത്? എന്റെ ലാലേ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ചാനലാകുന്ന പാർട്ടി പ്രവർത്തകർ ഇപ്പൊ ഓഫ് ചെയ്യും. കാരണം നിങ്ങളുടെ മുൻ ജില്ലാ സെക്രട്ടറി, അതായത് ലോക്കൽ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ല, ഈ 4 തലത്തിലുള്ള നേതാക്കൾ ഇതിലെ പെട്ടിരിക്കുക കേസില്. പിന്നെ സാങ്കേതികമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന അഭിഭാഷകനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അദ്ദേഹം അവർക്ക് വേണ്ടി വാദിച്ച ഒരാളാണ്. അദ്ദേഹം വാദിച്ചോട്ടെ, കുഴപ്പമില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ ഇവിടെ എന്താണ് CBI പറഞ്ഞത്? നിങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് എന്താണ്? CPM ഒക്കെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ കേസ് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നല്ലേ? അതല്ല ഇപ്പൊ ഇന്ന് കണ്ടെത്തിയത്, അവരുടെ പേരിലുള്ള ചാർജ് അതല്ല. അല്ലെ, ഒന്നുകിൽ ഞാൻ പറയുന്നത് മുഴുവൻ പറയാൻ അനുവദിക്കുക. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ പറയാം ശ്രീകുമാർ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കേട്ടോണ്ടിരിക്കാം. ഇതിലെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു, കൊലക്കുറ്റം തെളിഞ്ഞു എന്നാണ് ആദ്യത്തെ കോടതിയുടെ ആദ്യ പ്രതികൾക്കെതിരെയുള്ള പറച്ചില്. അത് മനസ്സിലാക്കുക. ഗൂഢാലോചനയും കൊലക്കുറ്റവും തെളിഞ്ഞു എന്നുള്ളതാണ്. ശിക്ഷ വിധിക്കുമ്പോൾ അറിയാം മറ്റു കാര്യങ്ങള്. നിങ്ങൾ കാര്യം ആലോചിക്കേണ്ടത്, ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കാം. താങ്കൾക്ക് ഇഷ്ടമുള്ളത് പറയണമെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് അനുവദിച്ചു തരാം. കൈരളിയുടെ പ്ലാറ്റ്ഫോമിൽ താങ്കൾക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ ഇത് സത്യം അറിഞ്ഞു പോകണമല്ലോ. 120B എന്ന് പറയുന്ന ഗൂഢാലോചന വകുപ്പ് ഇവിടെ ഈ പറയുന്ന CPM നേതാക്കൾക്കെതിരെ ഇല്ല. അവിടെയാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ 225 എന്ന് പറയുന്ന വകുപ്പ് വരുന്നത് IPCയുടെ. അതെന്താണ്? ഈ പറയുന്ന കസ്റ്റഡിയിൽ, പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ആളുകളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ചാർജ്. അത് പിന്നീട് നടന്ന സംഭവമാണ്. നമ്മുടെ നാട്ടിൽ അല്ല, അത് ചോദിക്കാം, ഞാൻ ചോദിക്കാതെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടുക, അവരെ സഹായിക്കുക എന്നൊക്കെ ഒരു രീതിയുണ്ടല്ലോ.
അത് നമുക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തും കാണാം. അത് പോട്ടെ, ഞാൻ ചോദിക്കാം സനോജിനോട്. പക്ഷെ താങ്കൾ പറഞ്ഞതല്ല ശരി. ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ കേൾക്കണ്ടെന്നേ. നിങ്ങളുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ എന്താ? പെരിയ കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരെ കൊണ്ടുവന്നതിന് പണം ആരാ കൊടുത്തേ? ഗവൺമെന്റ് ആണോ? ഇവിടെ ഇരിക്കുന്ന അഭിഭാഷകനോട് അദ്ദേഹത്തിന് അറിയാമല്ലോ, ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് സ്റ്റേറ്റിനെതിരായ കുറ്റമാണ് അല്ലേ വക്കീലെ? അത് ഗവൺമെന്റിനെതിരായ കുറ്റമാണ്, സ്റ്റേറ്റിനെതിരായ കുറ്റമാണ്. നമ്മളെ സിവിൽ കേസ് അല്ലല്ലോ, അത് ക്രിമിനൽ കേസല്ലേ? ക്രിമിനൽ കേസിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായാൽ അതിൽ ആരാണോ വാദിയായത് ആ വാദികൾക്ക് വേണ്ടി കേസ് ഏറ്റെടുക്കേണ്ടതാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റിയുടെ പ്രതികൾക്ക് വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവന്ന് എവിടുന്ന? സുപ്രീം കോടതിയിൽ നിന്നല്ലേ? പക്ഷേ സംസ്ഥാന പോലീസിന്റെ ക്രൈം ബ്രാഞ്ച് കണ്ടെത്തിയ കാര്യങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണ് എന്ന് വാദിക്കുമ്പോൾ അത് ന്യായീകരിക്കാൻ വക്കീലന്മാരെ കൊണ്ടുവരണ്ടേ? സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയല്ലേ അത്? അത് തന്നെയാ പറഞ്ഞത്. ഒരു കൊലപാതക കുറ്റം ചെയ്തിട്ട് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞില്ലേ കോടതി? സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞു, ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ട് ആ CBI ഏർപ്പെടുത്തിയത്. ആ CBI വന്നുകൊണ്ട് സത്യം തെളിഞ്ഞു. എന്നിട്ട് CBI കോടതി കണ്ടെത്തിയതെന്ത്? എന്നിട്ട് CBI കോടതി കണ്ടെത്തിയ കാര്യം ഇന്നിപ്പോ പറഞ്ഞ കാര്യങ്ങൾ അതേ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളല്ലേ? എന്റെ ലാല, നിങ്ങൾ ചുമ്മാ ഈ വെറുതെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കാതെ, ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് വേണ്ടി CPM വേണ്ടി പങ്കെടുക്കുന്നവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ വലിയ ഇരട്ട കൊലപാതകം, ആ പെരിയ പഞ്ചായത്ത് പോയില്ലേ CPM-ന്? അതാണ് ഇതിനകത്തുള്ള കോൺഗ്രസിന്റെ ലാഭം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതാണ്, നിങ്ങളൊക്കെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. CPM വേണമെങ്കിൽ അത് പ്രതിരോധിക്കട്ടെ, അവർ അതിന് നിങ്ങൾക്ക് മറുപടി തരട്ടെ. പക്ഷേ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുണ്ടല്ലോ, മാധ്യമങ്ങളുണ്ടല്ലോ, അവരൊക്കെ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു ചർച്ച എടുത്തതും ഇനി ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായതും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിൻ്റെ ലാഭം, കോൺഗ്രസ്സിന് പെരിയ കിട്ടി, അതാണ് ലാഭം. ആ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ആ കുടുംബങ്ങളെ, ഇരകളുടെ കുടുംബത്തെ, അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ, അവരൊരുപക്ഷെ കോൺഗ്രസ്സുകാരായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അവരെ പോലും കൺഫ്യൂസ് ചെയ്യിച്ച് സംസ്ഥാന സർക്കാരിനെതിരായി ഈ രീതിയിൽ, സംസ്ഥാന സർക്കാരിനെ വിടൂ, പോലീസിനെ, നമ്മുടെ കേരള പോലീസിനെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾക്കെതിരായി മാറ്റുക എന്നൊക്കെ പറയുന്നത് കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നത് ശരിയാണോ? നോക്കൂ ലാലെ, ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ അടുത്തത് നിങ്ങൾ പറയണ്ട. ഒന്നുകിൽ എന്റെ യൂറോപ്പിൽ നിങ്ങൾ സംസാരിക്കണ്ട. അതായത് പെരിയ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾ CPM-നെ അടിച്ചോടിച്ചു, കോടതി പ്രഹരിച്ചു. ആരാ പ്രഹരിച്ചത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയത്തെയാ പ്രഹരിച്ചത്. മേലിൽ കൊലപാതകം നടത്തരുന്നുള്ള സൂചനയാണത്. ഇനിയെങ്കിലും നന്നാകാൻ നോക്ക്. അല്ല, അപ്പൊ അവിടെ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അവിടെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്ക് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. ഈ ശരത് ലാലിനെയും കൃപേഷിനെയും ഉൾപ്പെടെയുള്ളവരെ ഈ രീതിയിലാക്കി അവിടെ ഈ കേസിലെ പ്രതികളാക്കി. നേരത്തെ അൽബോസ് പറഞ്ഞല്ലോ, ഇവർ കേസിലെ പ്രതികളാണ്, 1000 കേസുകളിൽ പ്രതികളായിട്ടുണ്ടാകുമെന്ന്. അവരെ ഈ രീതിയിൽ അവിടെയുള്ള സംഘർഷങ്ങൾക്ക് വിട്ടുകൊടുത്തത് ആരാണ്? ഈ പെരിയ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ? ഇത്തരത്തിലുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത്? അവിടെ മാത്രമാണോ? ഇവിടെ നേരത്തെ VK സനോജ് ചൂണ്ടിക്കാട്ടിയ പല സ്ഥലങ്ങളുണ്ടല്ലോ, പല കേസുകളുണ്ട്. വെഞ്ഞാറമൂട്ടിൽ, അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിൽ, നേരത്തെ നാദാപുരത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെയൊക്കെ നടത്തുന്ന കൊലപാതകങ്ങളിലൊക്കെ ആർക്കാണ് ഉത്തരവാദിത്വം? ഇതെല്ലാം CPM-ന്റെ തലയിൽ മാത്രം ചാരി വെച്ചാൽ മതിയോ? നമുക്ക് രണ്ടു കൂട്ടരും ഇത് ചെയ്യാൻ പാടില്ല. അത് രണ്ടുപേരും ചെയ്യാൻ പാടില്ല നിങ്ങൾ പറയണ്ട. CPM നിർത്ത്, രണ്ടുപേരുടെ പേരൊന്നും പറയണ്ട അവിടെ. അങ്ങനെയല്ല, രണ്ടുപേരും നിർത്ത്. ഇപ്പൊ CPM ഇതിനകത്ത് ഇല്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് കോൺഗ്രസ് അല്ലേ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളത്? അല്ല ലാല ഒരു മിനിറ്റ്. ലാൽ എന്നെ വിളിച്ചത് ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കാനാ, അല്ലാണ്ട് നിങ്ങളുടെ പ്രശ്നം കേൾക്കാനല്ല. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാനേ. ഞാൻ പറയുന്നതിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ, താങ്കൾക്ക് സമയം തരാം, താങ്കൾ പറയൂ. ഞാൻ സമയം വേണ്ട, എനിക്ക് സമയം വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളെ സനോജ് ഉണ്ടല്ലോ, വക്കീലുണ്ടല്ലോ, ഞാൻ വക്കീലിനെ മാറ്റി നിർത്തുകയാണ്, കാരണം അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് ചെയ്യുന്നത്. സനോജ് ഉണ്ടല്ലോ CPM-ന് വേണ്ടി പറയാൻ, സനോജ് പറഞ്ഞോട്ടെ. അല്ലാതെ ഞാൻ പറയുന്ന ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഈ കേസ് CPM-ലെ കേരളത്തിൽ നിന്നും എന്താണ് പറയുക, കേരളത്തിൽ നിന്നും സമൂലം തുടച്ചു നീക്കാൻ പറ്റാവുന്ന ഒരു പരാമർശം എന്ന് കോടതി, ഒരു വിധി എന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതായത് CPM-ന്റെ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ലാ കമ്മിറ്റി നേതാക്കൾ ഇതിൽ പ്രതിസ്ഥാനത്ത് നിന്ന് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് ഇവിടെ വക്കീൽ